ഈ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ആവേണ്ട സിലബസ് ആണ്. നീഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ട്രാവൽ, ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, detrimental effects of traffic on environment, urban structure, types and properties, centripetal, grid, linear, directional, movement and accessibility, hierarchy of transportation facilities, transportation and land use, role of urban activity analysis in transportation planning, transportation impacts on activity system, ലാൻഡ് യൂസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കുകൾ നോക്കാം. നീഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ഈസ് ഹൈലി എസെൻഷ്യൽ ഇൻ ഷേപ്പിംഗ് സിറ്റീസ്, enabling economic activities, promoting community interaction and enhancing quality of life. ഒരു സിറ്റീനെ ഷേപ്പ് ചെയ്യുന്നതിൽ അല്ലെ, അതുപോലെ തന്നെ എക്കണോമിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഞാൻ പറഞ്ഞു ഇപ്പം ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആവാം. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ വരുമ്പം അല്ലെങ്കിൽ ഒരാൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി തമ്മിൽ, അവിടെയുള്ള ഏരിയയിലുള്ള ആളുകളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കാരണം അവിടെ ഒരു ക്വാളിറ്റി അല്ലെ, ലൈഫിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. It is also essential for sustainable development and ensuring safe accessibility at various levels for all individuals. അപ്പം ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായത് മിനിമം ലോസ് ആയിരിക്കണം. എൻവയോൺമെന്റലി ഇപ്പൊ നിലവിലുള്ള റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ഓക്കെ, അതിന് വലിയ രീതിയിൽ ദോഷം വരാത്ത രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അത് മാത്രമല്ല, നമുക്ക് പല സ്ഥലങ്ങളിലേക്കും സേഫ് ആയിട്ട് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ സേഫ് ആയിട്ട് യാത്ര ചെയ്യാനായിട്ടും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The goal of urban transportation planning is to develop a plan for an efficient, balanced transportation system for an urban area അല്ലെങ്കിൽ ഒരു ഏരിയ. ഓക്കെ, എന്താ മെയിൻ ഗോൾ എന്ന് പറയുന്നത്? ഒരു പ്ലാൻ തയ്യാറാക്കുക, എഫിഷ്യന്റും ബാലൻസ്ഡും ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. വിച്ച് വിൽ പ്രൊമോട്ട് എ ഡിസൈറബിൾ പാറ്റേൺ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റീസ്, അതായത് ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഒരു പക്ഷേ നമ്മളെ വർക്കിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ പഠിക്കാനായിരിക്കാം. ഓക്കെ, അതുപോലെ റിക്രിയേഷണൽ ഫെസിലിറ്റിക്ക് വേണ്ടി യാത്ര ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതാണ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പൊ അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്താൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ സേഫ് ആയിട്ട് എത്താൻ പറ്റണം ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലേക്ക്. അതുപോലെ തന്നെ അത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുമായിരിക്കണം. ഓക്കെ, അപ്പം എഫിഷ്യന്റ് ആയിട്ടും ബാലൻസ്ഡും ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ട് പല ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? പ്ലാനിങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അർബൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം ഒരു സ്ഥലത്തെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് ഭാവിയിൽ അത് എങ്ങനെയായിരിക്കും, ഭാവിയിൽ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, എത്രമാത്രം യാത്രകൾ ഓരോരുത്തരും ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസിനനുസരിച്ചിട്ട് എത്രമാത്രം ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ്, അതായത് ഒരു വൺ വേ ട്രാവലിനെയാണ് നമ്മൾ ട്രിപ്പ് എന്ന് പറയാം. എത്രമാത്രം ട്രിപ്സ് ഇൻക്രീസ് ആവും എന്നെല്ലാം നോക്കിയിട്ട്, ഓക്കെ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും ഒരു പക്ഷെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഫണ്ട് തരുന്നത് ഗവൺമെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമെങ്കിലും നമുക്കത് ചെയ്യാനായിട്ടുള്ള
ഫണ്ട് ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഫണ്ടിന്റെ അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട്, അതായത് ചില പോളിസീസും കാര്യങ്ങളും ഉണ്ടാവും, നിയമപ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് ലുക്കിംഗ് അറ്റ് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ റീജിയൻ. ഓക്കെ, ഇപ്പൊ നിലവിലുള്ള സാഹചര്യം നോക്കി ഡിസൈനിങ് ഫോർ ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ നീഡ്സ് ആൻഡ് കമ്പൈനിങ് ഓൾ ഓഫ് ദാറ്റ് വിത്ത് ദ എലമെന്റ്സ് ഓഫ് ബഡ്ജറ്റ്സ്, ഗോൾസ് ആൻഡ് പോളിസീസ്. ഓക്കെ, നിയമപ്രകാരം ചട്ടങ്ങൾ, ഗവൺമെന്റിന്റെ ചട്ടങ്ങൾ ഉണ്ടാവും, അതെല്ലാം പാലിച്ചുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ നിന്ന് ഭാവിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ടേഷന്റെ റോൾ. ഓക്കെ, ഒരു സൊസൈറ്റിയിൽ ട്രാൻസ്പോർട്ടേഷന് പലതരത്തിലുള്ള റോളുകൾ ഉണ്ട്. ഓക്കെ, transportation is a non-separable part of any society. It exhibits a very close relation to the style of life, range and location of activities and the goods and services which will be available for consumption. Okay, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യാത്ത ഒരവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു നോക്കൂ. അത് നമുക്കിപ്പം ഈ ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലെ? യാത്ര എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമായി. ഓക്കെ, അപ്പം ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി. അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസ് ചെയ്യാൻ, പല ആക്ടിവിറ്റീസ് റിക്രിയേഷണൽ ആവാം, ജോലി ആവാം, അതുപോലെ ഷോപ്പിംഗ് ആവാം, അങ്ങനെ പല ആക്ടിവിറ്റീസ് നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? Advances in transportation has made possible changes in the way of living and the way in which societies are organized and therefore have a great influence in the development of civilization. ഓരോ ഈ ട്രാവലിലൂടെ നമ്മുടെ ഒരു സമൂഹം ഉണ്ടെങ്കിൽ, അല്ലെ, അതിന്റെ ആ ഒരു സംസ്കാരം ഓരോ ദിവസവും അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഓരോ ദിവസവും അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുക, അല്ലെ? ഇപ്പൊ ഒരു കൂട്ടമായിട്ട് നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു കോമൺ ഒരു സംസ്കാരം ഉണ്ട്, അല്ലെ? പണ്ടത്തെ നാളുകളിലാണെങ്കിൽ ഇപ്പൊ ആളുകളൊക്കെ താമസിക്കുന്ന ഈ നദീതീരത്തായിരിക്കും, അല്ലെ? ഇപ്പൊ പല നമ്മള് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അങ്ങനെ പല സിവിലൈസേഷൻസ് നമ്മള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത്, അതായത് അവിടെ അന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് ഫുഡായിരുന്നു, അല്ലെ? ഫുഡ്, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവർ സ്പോട്ട് സെലക്ട് ചെയ്യും. പിന്നീട് അത് എന്തായി മാറും? ഒരു വലിയൊരു ആ ഒരു കാലഘട്ടത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു സെന്റർ ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇന്നും നമ്മുടെ സംസ്കാരത്തിന്റെ ഡെവലപ്മെന്റ് ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിനെ ഒരു നല്ലൊരു രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് എ ലാർജ് ഫ്രാക്ഷൻ ഓഫ് പീപ്പിൾ ട്രാവൽ ഡെയിലി ഫോർ വർക്ക്, shopping and social reasons, but transportation also consumes a lot of resources like time, fuel, materials and land. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിലാണെങ്കിലും, ഓക്കെ, നമ്മുടെ രാജ്യത്താണെങ്കിലും പുറത്തുള്ള രാജ്യത്താണെങ്കിലും ആളുകൾ എല്ലാ ദിവസവും ട്രാവൽ ചെയ്യാം, അല്ലെ? നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ പലരും പല ആവശ്യത്തിന് വേണ്ടി പോവാം. ഓക്കെ, വർക്കിനാവാം, ഷോപ്പിംഗ് ആവാം, വേറെ എന്തെങ്കിലും ആവശ്യങ്ങളാവാം. അപ്പം സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാൻസ്പോർട്ടേഷന്റെ റോൾ അത് വളരെ വലുതാണ്. പക്ഷെ വേറൊരു സൈഡിൽ നോക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ സമയം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം കുറച്ച് ദൂരെയാണെങ്കിൽ അത്രയും യാത്ര ചെയ്യുന്ന സമയം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഫ്യൂവൽ ലോസ് വരുന്നുണ്ട്, നാച്ചുറൽ റിസോഴ്സസ് അതിനൊപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മെറ്റീരിയൽസ്, ഇപ്പൊ നമ്മൾ പുതിയ റോഡുകളെല്ലാം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴെല്ലാം അതിനെല്ലാം ആവശ്യമായിട്ട് പല മെറ്റീരിയൽസ് അധികമായിട്ട് നമുക്ക് വേണം. അതുപോലെ ലാൻഡ്, അല്ലെ? ഇപ്പം ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പുതിയൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിചാരിച്ചു, ഓക്കെ, ഒരു ബൈപ്പാസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് പുതുതായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്താൽ അപ്പൊ അതിന്റെ ചുറ്റും വേറെ കടകളൊന്നും ആ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. എന്നാൽ കൺസ്ട്രക്ട് ചെയ്ത് വാഹനങ്ങളെല്ലാം പോയി തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തേക്ക് ആയിട്ട് ഒരുപാട് കടകളും, അല്ലെ, സ്ഥാപനങ്ങളൊക്കെ വരും. അപ്പം ആ രീതിയിൽ, അതായത് ബിൽഡിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റോഡിന്റെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെന്റിനനുസരിച്ചിട്ട് ലാൻഡിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ലാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു വശത്ത് ലാൻഡിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക, മെറ്റീരിയൽസിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്,
ഫ്യൂവലിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈം കൺസ്യൂം ആവുകയാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ റോളും നമുക്ക് നോക്കാം. എക്കണോമിക് റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൾറെഡി പറഞ്ഞു. എക്കണോമിക്സ് ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പം ആളുകള് പല നാച്ചുറൽ റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട്. പല റിസോഴ്സസ്, നാച്ചുറൽ മാത്രമല്ല പല റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഏരിയയിലും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഭൂമിയുടെ ഘടനയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് അവൈലബിൾ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫിഷിന്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പം കടലൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഫിഷിന്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. എന്നാൽ ഫോർ എക്സാമ്പിൾ വയനാട്ടിലേക്കൊക്കെ ചെല്ലുമ്പം അവിടെ കടലില്ല, അപ്പൊ അവിടെ നോർമലി ഫിഷ് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പൊ കോഴിക്കോടുന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഫിഷ് നമ്മൾ അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇപ്പം തേയിലയൊക്കെ നോക്കുകയാണെങ്കിൽ കടപ്പുറത്ത് തേയില ഉണ്ടാവില്ല അല്ലെ? ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ തേയില തോട്ടങ്ങളും കാര്യങ്ങളൊന്നും കടപ്പുറത്ത് ഉണ്ടാവില്ല. അപ്പം അത് എവിടെ ഉണ്ട്? വയനാട്ടിലുണ്ട്. അപ്പൊ വയനാട്ടില് അവിടുത്തെ ഘടനയ്ക്ക് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ വളരുന്നതായിട്ടുള്ള തേയില പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അതില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ഇതുപോലെയുള്ള കടപ്പുറം ഏരിയകളിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ട്രാൻസ്പോർട്ടേഷന് വലിയൊരു റോൾ അവിടെ ഉണ്ട്. ഓക്കെ, സോ ദർ ഈസ് ആൻ ഇമ്മൻസ് റിക്വയർമെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റിസോഴ്സസ് ഫ്രം വൺ പർട്ടിക്കുലർ സൊസൈറ്റി ടു another. These resources can range from material things to knowledge and skills like movement of doctors and technicians to the places where there is a need of them. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മെറ്റീരിയൽ മാത്രമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസ് മാത്രമല്ല, അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്, ഡോക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, എഞ്ചിനീയേഴ്സ്, അവർക്കും അവരായിരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, അപ്പം എക്കണോമിനെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സോഷ്യൽ റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, സോഷ്യൽ റോൾ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നതിൽ അല്ലെ? ഇപ്പം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പം പണ്ടത്തെ കാലത്തുള്ള പോലെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഫുഡും വെള്ളവും ഒക്കെ ആണെങ്കിൽ ഇന്ന് അത് മാത്രമല്ല, ഒരു സ്ഥലത്ത് ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ നോക്കുന്നത് അവര് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്രമാത്രം യാത്ര ചെയ്യണം എന്നും കൂടിയുള്ള ഒരു ഫാക്ടറും കൂടി ഇന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് ഇപ്പം കോഴിക്കോടാണ് ഓഫീസെങ്കിൽ അല്ലെങ്കിൽ മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം കോഴിക്കോട് സെന്ററിന്റെ അകത്താണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ആളുകൾ താമസിക്കാൻ ആഗ്രഹിക്കുക അല്ലെ? അതായത് അവർ യാത്ര ചെയ്യുന്ന ദൂരം കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ ആളുകളെല്ലാം വളർന്ന് അവിടെ ഒരു സൊസൈറ്റി ആയിട്ട് രൂപപ്പെടും. ഒരു കോമൺ ക്യാരക്ടർ ഉള്ള അല്ലെങ്കിൽ ഒരു സംസ്കാരം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വന്ന് ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന് അവിടെ സെറ്റിൽ ആവും. ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒരു സോഷ്യൽ റോളും കൂടെ ഉണ്ട്. പണ്ടത്തെ പോലെ ജസ്റ്റ് ഭക്ഷണവും വെള്ളവും മാത്രമല്ല, ഇന്ന് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഇപ്പം സ്കൂൾസ് ഒക്കെ, നല്ല സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു സൊസൈറ്റി രൂപപ്പെടുന്നു, അവിടെ ഒരു കൾച്ചർ രൂപപ്പെടുന്നു, ഒരു സംസ്കാരം അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ഹാസ് ഓൾവേസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ in influencing the formation of urban societies. The contribution of transportation can be seen clearly from the formation, size and pattern and development of societies, especially urban centers. It influences size and pattern of settlements. The initial settlements were relatively small developments. അപ്പോൾ തുടക്കത്തിൽ എന്തായിരിക്കും? ചെറിയ ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും. നമ്മളൊന്ന് കോഴിക്കോട് ടൗണിലേക്ക് ഒരു 10-30 വർഷം മുമ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല അവിടെ അല്ലെ? വളരെ ഒരു പർട്ടിക്കുലർ കുറച്ച് ഭാഗത്ത് മാത്രമേ എന്തുണ്ടായിട്ടുണ്ടാവുള്ളൂ, മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്ന ബൈപ്പാസിന്റെ ഭാഗത്തൊക്കെ ഇന്ന് ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളും ഹൈലൈറ്റ് മോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്നാൽ ഒരു 10-30 വർഷം മുമ്പ് നമുക്കത് അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു അല്ലെ? അപ്പം ഒരു സ്ഥലത്ത് ആ കോഴിക്കോടിന് ചുറ്റിപ്പറ്റിയുള്ള ഡെവലപ്മെന്റ്സ് നമ്മൾ നോക്കിയാൽ ആദ്യം ഒരു സെൻട്രലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മാനാഞ്ചിറ, മാവൂർ റോഡ്, ആ ഏരിയ, മിഠായി തെരുവ്, ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട്
ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഓരോ തവണയും അതിന് ചുറ്റും അല്ലെ അതിന്റെ പുറത്തേക്കാ ആ സെന്ററിൽ നിന്ന് അത് പുറത്തേക്കാ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഓക്കെ, ഇനീഷ്യൽ സെറ്റിൽമെന്റ്സ് വെർ റിലേറ്റീവ്ലി സ്മോൾ ഡെവലപ്മെന്റ്, ആ സ്മോൾ ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് നിന്ന് അത് വലുതായിക്കൊണ്ടിരിക്കുക. ബട്ട് വിത്ത് ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ദേ ഗ്രൂ ഇൻ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്ഡ് ഇൻ ടു എ ബിഗ് സിറ്റീസ് ആൻഡ് മേജർ ട്രേഡ് സെന്റേഴ്സ്. അന്നുള്ള സൈസ് അല്ല ഇന്ന് കോഴിക്കോട് ഉള്ളത് അല്ലെ. ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നു, ഫ്ലാറ്റുകൾ വന്നു, ഷോപ്പിംഗ് സെന്റേഴ്സ് വന്നു, ഷോപ്പിംഗ് മോൾസ് വന്നു. Okay, the size of settlements is not only limited by the size of the area by which settlement can obtain food and other necessities, but also by consideration of personal travels, especially the journey to and from work. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഫുഡോ അല്ലെങ്കിൽ വേറെ ആവശ്യങ്ങൾക്കോ അല്ല അവർ മെയിനായിട്ട് ഇപ്പം ആളുകൾ നോക്കുന്നത്, സ്ഥലം നോക്കുന്നത്. അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുമോ എന്നുള്ളതും കൂടിയാണ് നോക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇപ്പൊ എയർപോർട്ടിന്റെ അവൈലബിലിറ്റി. ഓക്കെ, അവർക്ക് യാത്ര ചെയ്യാൻ ഇപ്പം നിരന്തരമായിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യേണ്ടവരാണെങ്കിൽ, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിൽ അവരൊക്കെ ചൂസ് ചെയ്യുന്ന എയർപോർട്ടിന് അടുത്തുള്ള സ്ഥലങ്ങളായിരിക്കാം. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ വലിയ വലിയ മാറ്റങ്ങൾ, പുതിയ സൊസൈറ്റീസ് രൂപപ്പെടുന്നു, പുതിയ ആളുകൾ വന്ന് എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലത്തേക്ക് സെറ്റിൽ ആവുന്നു. അതൊക്കെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് സോഷ്യലി റോള് ഉണ്ട് ഒരു സൊസൈറ്റിന്റെ ഫോർമേഷനിൽ, അല്ലെങ്കിൽ അവിടെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിലെല്ലാം ട്രാൻസ്പോർട്ടേഷന് ഒരു വലിയ പങ്ക് തന്നെ വഹിക്കാനായിട്ടുണ്ട്. ഇനി പൊളിറ്റിക്കൽ റോള് നോക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളുണ്ട് അല്ലെ, അതിന് ഓരോ അതിർത്തികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ വിവിധ സ്റ്റേറ്റുകളുണ്ട് അല്ലെ. സ്റ്റേറ്റിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ പല ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കോർപ്പറേഷൻ ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, പഞ്ചായത്തുകൾ ഉണ്ട്. അങ്ങനെ ആ ഭരിക്കുന്ന സ്ഥലങ്ങൾ പല പൊളിറ്റിക്കൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ഈ പൊളിറ്റിക്കൽ യൂണിറ്റ്സ് അതുപോലെ തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഭരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ ട്രാൻസ്പോർട്ടേഷന് വലിയൊരു റോൾ വഹിക്കാനുണ്ട്. പണ്ടത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് വിവരങ്ങളൊക്കെ അറിയിക്കാൻ അല്ലെ, എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ആരെങ്കിലൊക്കെ വന്ന് പറയണമായിരുന്നു. ഇന്നത്തെ പോലെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടുണ്ട് എന്നൊന്നും പറയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന യാത്ര ചെയ്തിട്ടാ, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ട് ഒരാൾ വന്ന് പറയുന്നതായിരിക്കണം അല്ലെ അന്നത്തെ കാലത്ത് ഒരു കാര്യം അറിയിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പം കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഒരു സ്ഥലത്ത്, അതായത് പണ്ടത്തെ കാലത്ത് ഒരു വിവരം അറിയിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഒരു മുഖ്യ പങ്ക് വഹിച്ചിരുന്നു അല്ലെ. അതായത് ഇപ്പം പണ്ടത്തെ മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു. കപ്പലുകളിലോ അല്ലെങ്കിൽ എന്താണോ ഇപ്പം തോണികളിലോ ഒക്കെയാ മെയിൻ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി പണ്ടത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പല പല യൂണിറ്റ്സ് ആയിട്ട് പൊളിറ്റിക്കൽ ഏരിയാസ്, പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഭരിക്കാൻ, ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ മിലിറ്ററി മൂവ്മെന്റിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഒന്ന് കമ്മ്യൂണിക്കേഷൻ, ഒന്ന് മിലിറ്ററി മൂവ്മെന്റ്, അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ, അതുപോലെ ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഓക്കെ, അതിലെല്ലാം പൊളിറ്റിക്കൽ റോൾ വരുന്നുണ്ട്. ഓക്കെ, the political decision of construction and maintenance of roads has resulted in the development of transportation system. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോഡുകളോ ഓക്കെ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണെങ്കിലും എല്ലാം അതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ബേസിസിലാണ് വരുന്നത് അല്ലെ, ആ ഒരു കൺസ്ട്രക്ഷൻ. കാരണം അത് തീരുമാനം എടുത്തു, അതിനുള്ള ബഡ്ജറ്റ് വെച്ചു, അതെല്ലാം പൊളിറ്റിക്കലി ഒരു ഡെവലപ്മെന്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം പൊളിറ്റിക്കലി ട്രാൻസ്പോർട്ടേഷന്റെ മേൽ ഒരു റോൾ ഉണ്ട്. അതുപോലെ പൊളിറ്റിക്കലി നല്ല രീതിയിൽ ഭരിക്കാനും ഓക്കെ ഒരു കോമൺ കൾച്ചർ കൊണ്ടുവരാനൊക്കെ ട്രാൻസ്പോർട്ടേഷനും റോൾ ഉണ്ട്.
ഓക്കെ, ഒരു രാജ്യത്ത് അല്ലെങ്കിൽ അതിന്റെ വിവിധമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ ട്രാൻസ്പോർട്ടേഷന് വലിയ റോൾ ഉണ്ട്. ഇനി എൻവയറമെന്റൽ റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻവയറമെന്റൽ റോൾ നല്ല കാര്യത്തിനേക്കാളും നെഗറ്റീവ് എഫക്ട്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എൻവയറമെന്റിന്റെ മേൽ കൊണ്ടുവരുന്നത് അല്ലെ. ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് മോർ ഡോമിനേറ്റിംഗ് than its useful aspects as far as transportation is concerned. There are numerous categories into which the environmental effects have been categorized. Okay, എന്തൊക്കെയാ effect? Air pollution, noise pollution, energy consumption, etc. Okay, അപ്പം ഇതാണ് റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ എ സൊസൈറ്റി എന്ന് പറയുന്നത്.